കൃപയാണ്. കൃപയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? കൃപ എന്താണെന്ന് നിങ്ങൾ പഠിപ്പിച്ചേക്കണം ഇല്ലേ? ഇതെല്ലാം അറിയണം. പലരും പല ധ്യാനങ്ങൾക്ക് പലരും കേട്ടുകൊണ്ട് ഏകദേശം മനസ്സിലാവും. പുറപ്പാട് 4:1-17 മോശയുടെ കയ്യില് ഒരു വടിയുണ്ട്. വടിയെന്നാണ് ഈ വടിയെന്ന് കയ്യിലെ വടിയെന്ന് പറഞ്ഞാല് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ മനസ്സിലാവും വടിയാണെന്നും മോശ പറഞ്ഞു, അവരെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയില്ല, കർത്താവ് നിനക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയും. കർത്താവ് അവരോട് ചോദിച്ചു, അനുഭവം പ്രവാചകനായ ഏലിയ അഗ്നിയെ പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്ക് 12 ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവരുടെ തീക്ഷ്ണതയും അവരുടെ എണ്ണം ചുരുങ്ങി. പറയും അതാണ് കർത്താവ് പറഞ്ഞത്. വളരെ കുറച്ച് പേര് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. റോമ 4 പറയുന്ന 7000 പേര് മാത്രം ഞാൻ മാറ്റി നിർത്തുന്നു. അവരൊരിക്കലും ബാക്കി കിടക്കേണ്ട പണത്തിനോ പ്രതാപത്തിനോ സ്വത്തിനോ പേരിനോ ലോകത്തില് അതാണ് 1 രാജാക്കന്മാർ 19-18. അത് കൃപയുള്ളവരാണ്. അവർ കൃപയിൽ നിങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങനെ മനോഹരം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി കളഞ്ഞിട്ട് കർത്താവിന്റെ കൃപയിൽ ഇരുപേരോട് വരണം. 4 കൊല്ലം വേണം. ഏകദേശം ദാനിയേൽ 12 1335 ദിവസം. അതുകൊണ്ട് കൃപയിലോട്ട് വന്നാൽ ആരും പറയാതെ തന്നെ ഞങ്ങൾ ആരും പറഞ്ഞില്ല, ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് അവർക്ക് ലക്ഷക്കണക്കിന് 1 കോടി രൂപ മുടങ്ങി അവരെ ചോദിച്ചു. ആരും അത് അനാവശ്യമാണ്. പണത്തിനൊന്നുണ്ടായിട്ടില്ല. ഈ പണത്തിന് വിവേചന ആളുകൾ അവർ നിങ്ങൾ മരണത്തോട് പോവുകയും ചെയ്തു. പാവത്തിനെതിരെ മാറും. അപ്പൊ ഈശോ രക്ഷപ്പെടും. ഈശോ വന്നാൽ പാവങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പൊ അത്രയും കേൾക്കുന്നതാണ് ഈശോയെ വന്നുകൊണ്ടാണ്. എന്നോട് പറയുക, ഇനി കർത്താവിനെ വെറുതെ വിളിച്ചതായിരുന്നു. ഓരോ സ്ഥലത്തും ഇത് നമുക്ക് മറ്റുള്ളവരാണ് ദൈവം കൊടുക്കുന്നത്. നാം വചനം പാലിച്ചാൽ ഇതുകൊണ്ടാണ് പ്രാർത്ഥന വിളിച്ചോടനെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ഇന്നലെ സഹോദരൻ പറയുകയായിരുന്നു, ഒരു ആദ്യ കിടക്കുകയോ 50 രൂപ അക്ഷരം നഗരം ഇന്നലെ 70,000 രൂപയായിരുന്നു. അതിനിപ്പോ ദൈവം പതിയാണ്. ദൈവം നിങ്ങൾ കണ്ണുറപ്പിക്കാനാണ് പോലെ അവസരമാണ്. അതായത് കാണിയല്ല മറ്റുള്ളവരെ കുറ്റജാതം നടത്തുന്ന അവർ കുറ്റജാതം നമ്മളാണ് ചെയ്യപ്പെടുന്നത്. റോമർ 2:1-12 ഒന്നാം പതിപ്പത്തിൽ ചോദിക്കുന്നതാണ്, അല്ലയോ പുരുഷ, നീ ആരും ന്യായകൻ. മറ്റൊരുവനെ വിളിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവനെ വിളിക്കുമ്പോൾ നീ ഇതിനെയാണ് വിളിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അവൻ കൃപയാണല്ലോ. അതുകൊണ്ടാണ് ആ മോശത്തിന്റെ വായിച്ചത്. അപ്പൊ വഴി താഴെ സർപ്പമായോ? അത് കൃപയാണ്. സർപ്പമെന്ന് അവൻ വഴി നിൽക്കുമ്പോൾ അത് സർപ്പമായിരുന്നു. മോശ എന്നിട്ട് അകന്നുമായി പേടിച്ച് കൃപയ്ക്കുമ്പോൾ ഭയങ്കര ഭയമായി ദൈവം കർത്താവ് അരുളി ചെയ്തു, കൈ നീട്ടി എന്റെ വായു പിടിക്കുക. അപ്പോൾ ഓടി നടക്കുമോ? ഇതുപോലെ 20 രൂപ അതുകൊണ്ട് പോയത് തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയില്ലാത്തവരാണ് പ്രവർത്തിക്കാൻ റോമ ഭരണ ഓടി നടക്കുന്ന ആളുകൾ അവിടെ കൈവച്ചിവിടെ പോയത്. അതുകൊണ്ട് കാത്തിരിക്കണം. ആ നമുക്ക് 2 നീതിമാനായ ഭരണത്തെ കാത്തിരിക്കണം. വർഷങ്ങളോ എല്ലാവരും കാത്തിരിക്കണം. പ്രാർത്ഥനയ്ക്ക് കൃപയ്ക്കായി ആഴത്ത് കാണാതിരുന്നു. അങ്ങനെ പലപ്പോഴും ദൈവം നമ്മുടെ തക്ക സമയത്ത് ഉയർത്തിപ്പോകുമ്പോൾ പ്രോത്സാഹിച്ച് അയച്ചോ കഴിവുള്ളതാണ്. ഇത് ദൈവത്തിന്റെ ഭക്തിയാണ്. നമ്മുടെ തള്ളുന്ന സ്ഥലത്ത് തന്നെ ദൈവം നമ്മൾ വീണ്ടും ആരെല്ലാം തള്ളും അവിടെല്ലാം വീണ്ടും. 2 വർഷമുള്ളത്
പറയാൻ റോമനുകൾക്ക് വരണോ? റോമനുകൾ എന്താണ് അവിടെ സാധാരണ വാങ്ങിക്കുകയാണ്. ആ റോമാനും പുറത്തോട്ട് ഇറങ്ങിയാൽ 1000 രൂപയ്ക്ക് കള്ളമാണ്. അതുപോലെ അവസ്ഥയിലായിരിക്കുകയാണ് റോമനുകൾക്ക് മുസ്ലിമുകൾ. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുകയായിരുന്നു യോഹന്നാൻ പ്രത്യേക കള്ളം വരുന്നത് എന്തിനാണ്? പുറത്തോട്ട് പോകുന്നവര് ആചരണ കണ്ണം കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ അത്തരം പ്രപഞ്ചമായ ആ ഞാൻ കാണുന്ന അവിടെ സ്ത്രീ പുരുഷന്മാരുന്ന എല്ലാത്തിനും ഈക്വളമാണ്. അവിടെയാണ് കൂടുതൽ ഭാഗങ്ങൾ. ഫിലിപ്പിയൻസിൽ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലത്തിലും ആന്തരികശക്തി അത്യന്തം ശക്തിയായിട്ടുണ്ട്. അനേക രഹസ്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്. ഗോവയിൽ ചെന്നാൽ അവിടെ എല്ലാ തരവും അഭിമാനം അണിപ്പാണ്. സുഭാഷ് മുതല് 29 അണിപ്പാപ്പം പഠിച്ചതെന്നാണ്. മരണമാണ്. അപ്പൻ മകനത്തലും അപ്പഴത്തലും 17 വയസ്സാകുമ്പോൾ മകൻ. അതാണ് ജർമ്മിയ 13, 12, 14 മരണം. മദ്യപാനങ്ങളെല്ലാം മാനസികതയുണ്ടാവും. നമ്മുടെ ഭവനങ്ങളൊക്കെ മാനസികതയാണ്. എല്ലാം കൂടുതൽ വരുന്നത് മദ്യപാനത്തോടാണ്. ജർമ്മിയ 25, 16 ചിത്രപ്രമം ചൊവ്വ ശ്രദ്ധിച്ചുമായിരിക്കും. ജർമ്മിയ 25, 27, 29 ഒക്കെ നമ്മൾ ജയത്തോടാണ് ബ്രാൻഡിന്റെ സ്കീമിൽ കൂട്ടിക്കൊള്ളി ആ മണി ദുരിതം കണ്ടോ? 29 വാക്യം അതിരാവിലെ അവന് ദുരിതം 5, 11 പറയുന്ന സൗകര്യം കൂടി പല സ്ഥലത്തല്ലേ ചില സ്ഥലങ്ങളിൽ ചില സൗകര്യത്തിന്റെ പാട്ടൊക്കെ പോകണം. മുന്നോട്ട് വരുന്നുണ്ടാണ് പയ്യന്മാര് വരുന്നു. നല്ലോണം ചായ പിടിച്ച് പാടണം. ആ സ്ഥാനം ഒരുപാട് അന്യമുള്ളതാണ്. ഭാഷ പശുക്കളെ വിളിക്കുന്നവരെയാണ്. ദൈവത്തിന്റെ കൽപ്പന മദ്യപാനം ചെയ്ത ഈ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഒന്നും കുറഞ്ഞ സ്ഥാപനം 9 വർഷം പാലിക്കുന്ന വാദത്തിൽ അതാണ് പത്തോസം പറയുന്നത്. 10 ആണെങ്കിലും 5 വാദത്തില് യഥാർത്ഥ 14 തൊട്ട് 21 വാദത്തില് 15 പാപങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പാപം മദ്യപാനം മധുരോത്സവം ഇതെല്ലാം പെട്ടാല് ഇതൊന്നാണ് പൗലോസ് പറയുന്നത്. സൗകര്യമെന്നോ സൗകര്യം വിളിക്കപ്പെടുന്നവൻ മദ്യപാനിയോ വിചാരിയോ കള്ളനോ അത്യാധുനികമാണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നും അവനുമായി ഭാഷണം കഴിച്ചുകൂടെന്നും ഒന്ന് സ്നാൻ ചെയ്ത പതിനെട്ട് ദുഷ്ടകന്യങ്ങളെ നീക്കിക്കളയുക. വെറുതെ ഓർമ്മയോ ഇതെല്ലാം വീണ്ടും ഓർമ്മകളാണ്. നമ്മൾ ആരും കേൾക്കാം നമ്മളാരും കേട്ടിട്ടില്ല. ദൈവത്തെ പലരും അറിയപ്പെടാണ് പലരും അറിയപ്പെടാണ് ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നത്. അതിന് വൈകി തുടരാൻ പറഞ്ഞു തരാനാണ്. കർത്താവിലും കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക. അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വഴിയായി തീർന്നു. വീണ്ടും വഴിയായി തീർന്നു. അതിന്റെ വാലിൽ പിടിച്ചപ്പോൾ സർപ്പത്തിന്റെ കൃപ വീണ്ടും വഴിയായി തീർന്നു. ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടു നാം വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വീണ്ടും ഈ കൃപ തന്നതാണ് ദൈവരാജ്യത്തിന്റെ വാദം അറിയിക്കാനാണ്. ഒരു ജനം വിശ്വസിക്കും. ഒറ്റനം വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കില്ല. ഉടനെ ആ ധ്യാന സ്ഥലത്തില്ല, ഈ ധ്യാന സ്ഥലത്തില്ല, മറ്റേച്ചന്മാർ ഇങ്ങനെ കൃപ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി കൃപ അറിയാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പോ വലിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം
മിക്കവാറും മാസ്റ്റർമാരെ பார்த்து അവരുടെ സെന്ററാണെന്നത് ഭയങ്കര മനോബോധം എല്ലാം കിടക്കുന്ന തലപ്പസ്ഥയെ മാറ്റി ചെയ്തു. അപ്പൊ അവരത് കണ്ടതാണ് അവര് കിടന്നു. അവിടെ ചെന്നാണ് അത് റിലീസാകുന്നതാണ് സ്വാതന്ത്ര്യമാകുന്നത്. ഈ വിശുദ്ധ പ്രമാണം വിശിഷ്ടവർ ചട്ടം നിങ്ങളുടെ ഒരു അശുദ്ധാത്മാവ് പറയുകയാണ്. അങ്ങനെ ഒരു 2 മാസം ഞാൻ 3 ദിവസം വചനം കൊടുക്കാൻ സ്ത്രീക്കും. 3-ാം ദിവസമാണ് ഇറങ്ങി വന്നത്. മനോരോട് പറഞ്ഞു, എനിക്ക് ഹോളി മാസം വേണം, അത് ഹോളി വേണം എന്ന് ഞാൻ പറയാം. അപ്പൊ വിശുദ്ധകുമാരന്റെ ശക്തി കണ്ടിട്ട് അപ്പൊ എല്ലാവരും പറയുന്നതിനും വലിയ ശക്തിയാണ് നമ്മുടെ വിശുദ്ധ കുർബാന. പ്രഭാഷകൻ 34-19 വാക്യമാണ് ആ സൗകര്യങ്ങൾ പറഞ്ഞത്. ദൈവഭക്തിയില്ലാതെ അത്തിനെ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര വിലയിരുത്തിയാലും അവന് പ്രസാദിക്കുകയോ പാപം അതിന് നൽകുകയോ ഇല്ല. പാപമാണ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിക്കുന്ന പാപമാണ് കിട്ടിയില്ലെങ്കിൽ പൂർണ്ണ പ്രോത്സാഹനത്തിൽ പാപങ്ങൾ കിട്ടില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ സ്വീകരിക്കുമ്പോൾ നാം വിശുദ്ധീകരണം സ്വീകരിക്കണം, എല്ലാവരും സ്വീകരിക്കണമെന്ന് ഒരു സ്മരണ 23-32 പറയുന്നത്. ആ 27 അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വയസ്സ് 27 തന്മൂലം ആരെങ്കിലും അയോഗ്യരുടെ കാവലാക്കും ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിലും രക്തത്തിലും ഇവരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്ത് ഇതുകൊണ്ടാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്. നിങ്ങൾ പലരും രോഗികളും ദുർബലമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമാണ്. നാം ഇവരെ ശരിയായി തിരിച്ചെടുക്കും നാം വിളിക്കപ്പെടുകയായിരുന്നു. മോൻസെ വെളിപ്പെടുത്തി തരികയാണ്. പലരും മരിച്ചു പോയതിന് കാരണങ്ങളാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ സ്വീകരിക്കുക. നാം അവബോധപ്പെടുത്തിട്ട് അനുതാപത്തോടെ എടുത്തിട്ട് വേണം സ്വീകരിക്കാൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം. അപ്പോഴാണ് നമ്മൾ ശക്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധമായ വിശുദ്ധവരെ എല്ലാം ചെയ്യുന്നത്. ജ്ഞാനം 6 തൊട്ട് 11 വിശുദ്ധമായ വിശുദ്ധിയുടെ വിശുദ്ധരാകുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞ പോലെ വിശുദ്ധി അജയമായ പരിചയ. അപ്പൊ വൈകി ആ കൃപയെന്താണ് സർപ്പത്തിനെ വാരം പിടിച്ചു. അപ്പൊ വീണ്ടും വഴിയായി. പിന്നെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടവൻ അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ കൈ മാർഗത്തിൽ വയ്ക്കുക. നിന്റെ കൈ മാർഗത്തിൽ വെക്കാൻ എണ്ണപ്പെടാൻ അവൻ അപ്രകാരം ചെയ്തു. അപ്പൊ അപ്രകാരം ചെയ്ത് നല്ലോണം എണ്ണപ്പെടണം. ചെറുവരുമ്പോ നമ്മളുടെ എന്താ ചെയ്യണം? സ്വല്പം വാങ്ങി കഴിഞ്ഞാൽ ഒന്നിന്റെ ജീവിതമുണ്ടോ? ഇല്ലേ? അതിന് 2 സാധനങ്ങളുണ്ടോ? ഒന്നിനാന്ന് പറഞ്ഞാൽ മായിലേവ് അത് വീട്ടിൽ വെച്ചാൽ എവിടെയുണ്ടാവും? നല്ല ഭാര്യ ഭർത്താവ് മക്കളുടെ ഒക്കെ വെച്ചോണ്ടിരുന്ന മായിലേവ് ആ 2 ലോകം ഇതുപോലെ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് എളിമപ്പെടാൻ കൈ മാറുന്നത് വെച്ചാൽ കൂടുതൽ എളിമപ്പെടാൻ നിങ്ങളെ വീട്ടിൽ കയറ്റണം. എല്ലാവരും ആ നല്ലപ്പെട്ടു ആദ്യത്തെ എളിമപ്പെടാൻ എല്ലാവർക്കും ചെയ്യും. അതിനാഴ്ച അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചിട്ടപ്പോൾ അത് മഞ്ഞ് പോലെ എടുത്ത് ഉൾട്ടമായി കാണപ്പെട്ടു. മഞ്ഞ് പോലെ കുറ്റോണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ അറിയിക്കുക. കല്യാണം കേട്ടോ? ആ അത് കുറ്റം വന്നാൽ പിന്നെ അതേ കുറച്ചുള്ള അയാൾ കുറ്റരോഗിയാണ്. വളരെ കല്യാണം വേണ്ട. കണ്ടോ? ഇങ്ങനെ പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അതാണ് കൂടുതൽ അറിയപ്പെടോ കുറ്റകരമായി എടുത്തത്. അപ്പൊ എന്ത് ചെയ്തു? അവൻ ധരിച്ചു, കൈ വീണ്ടും മാർഗത്തിൽ വയ്ക്കാം. ഈശ്വരൻ നീ വീണ്ടും എഴുതുന്നതാണ്. നീ വീണ്ടും അവരുടെ മാർഗത്തിൽ വെച്ചപ്പോ അവൻ അപ്രകാരം ചെയ്തു.
മാനദണ്ഡത്തിന് കഴിഞ്ഞപ്പോൾ അത് പൂർവ്വസ്ഥിതിയായി പൂർണ്ണ എല്ലാവരെയും ശരീരത്തിലെ മറ്റ് ഭാഗങ്ങൾ കാണപ്പെട്ടു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെയായി കേട്ടോ, ഒരു വ്യത്യാസമില്ല. പക്ഷെ കൃപയുണ്ടോ? കൃപയാണ് ആത്മാവിന്റെ പ്രത്യേകിച്ചോ എല്ലാം ചുട്ടേതാണ്. അമ്മ അമ്മ ചുട്ടേതാണ് കാണാറില്ലേ? സിഗരറ്റ് വലിച്ചാലും നല്ല വൈകാരിക റിക്കവറിക്ക് അറിയാം. ഇതുപോലെ നല്ലോണം വയറ് 10 കിലോ വയറുമാക്കിയാൽ നല്ലോണം കൽപ്പൊടിക്കുന്ന വയറ് അറിയാമോ? അറിയാം. ഇതുപോലെ കൃപ വന്നാൽ ആത്മാവിന്റെ കൂടെ കൃപ. ഈ ക്രോധത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ മലയാളത്തിലെല്ലാം പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവത്തിന് യോഹന്നാൻ 4:4 അത്ഭുതവും മലയാളവും കണ്ടാൽ മാത്രമേ ജനം വിശ്വസിക്കൂ. അല്ലെങ്കിൽ വിശ്വസിക്കും.